സായിയും സിജോയും നന്ദനയും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ ജിൻഡോനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുന്ന സമയത്ത് ജിൻഡോയ്ക്ക് കാര്യമായിട്ട് അവിടെ ഗെയിം ഒന്നും കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കളിയൊക്കെ അവിടെ നടത്തുമായിരുന്നു. ഇപ്പൊ ജിൻഡോനെ ഒരു ഗ്രൂപ്പിലോട്ടും എടുക്കുന്നുമില്ല, ജിൻഡോയ്ക്ക് ഒരു ഗ്രൂപ്പിലോട്ടും കയറാനും പറ്റുന്നില്ല. അതിന്റെ വിഷമത്തിലാണ് ജിൻഡോ എന്നാണ് അവിടെ ഇരുന്ന് സായി പറയുന്നത്. പിന്നെ അങ്ങേരടുത്ത് വല്ല കാര്യം പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്ന് അവിടെ സായി പറയുന്നുണ്ട്. അങ്ങേരടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് അങ്ങേരെ ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങേർക്കാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നമ്മുടെ അടുത്തും ട്രസ്റ്റ് കാണിക്കുന്ന ശീലമില്ലേനും. പിന്നെ ഇങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് കൂടെ കൂട്ടുക എന്നുള്ളതാണ് അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോഴത്തെ ജിൻഡോയുടെ ഗെയിം എന്ന് പറയുന്നത് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കാണിക്കുക എന്നുള്ളതാണ്. അവിടെ മോൺസ്റ്റർ ഗെയിം ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോ എന്നവിടെ പറയുന്നുണ്ട് അവര്. അവിടെ ഇപ്പൊ ഇന്ന് തന്നെ അവിടെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് അവിടെ കളിച്ചത്. ജാസ്മിന് ബോണസ് പോയിന്റ് ഉണ്ട്, ഋഷിക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. അവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ജിൻഡോയുടെ അവിടുത്തെ ലക്ഷ്യം. ആ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്തു, അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആ ഗെയിമിൽ എന്താണ് ശരിക്കും ഗെയിമെന്നോ എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് ജിൻഡോ അവിടെ ശ്രമിച്ചിട്ടില്ല എന്നും അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കളിച്ചിട്ട് ഇപ്പൊ എന്തുണ്ടായി, എല്ലാവർക്കും കൂടി പുറത്തു പോയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത് എന്നാണ് അവർ ജിൻഡോയെ കുറ്റപ്പെടുത്തുന്നത്. ജിൻഡോയ്ക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ലക്ഷ്യം ജിൻഡോയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുക, അർജുനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും. പോയിന്റ് ആർക്ക് കൂടുതലുണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. അല്ലാതെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല അവിടെ ജിൻഡോ കളിക്കുന്നത്. ജിൻഡോയ്ക്ക് ആരുടെ അടുത്തും ഒരു ട്രസ്റ്റും ഇല്ല. നമുക്കാണെങ്കിൽ അങ്ങേരായിട്ട് ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാലോ അങ്ങേര് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അങ്ങേരുടെ അടുത്ത് വല്ലതും പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ജാസ്മിൻ മണിക്കൂറുകളോളം രാത്രി ഇരുന്ന് സംസാരിച്ചു അങ്ങേരുടെ അടുത്ത്. എന്നിട്ട് രാവിലെ ജാസ്മിൻ എടുത്തിട്ട് അലക്കി. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. അങ്ങേരെ ജന്മത്ത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് സായിയും സിജോയും ഇരുന്ന് നന്ദനയും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്.